അതെ, സ്ഥലം നോക്കാനും വീട് നോക്കാനും ഉണ്ട്. അതും കൂടി നമുക്ക് പോയി നോക്കിയിട്ട് വരാം. ഈ വീട് നല്ലല്ലേ? എനിക്ക് നല്ല അടിപൊളി വീട് തന്നെ, എനിക്ക് ഇഷ്ടമായി. ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഊഹിക്കാനും ഇവിടെ എന്താക്കുന്നതെന്ന് ഞാൻ ആദ്യമായിട്ട് ഇവരുടെ റേസാണ്. റൂമിന് ഡോറ് വെച്ച് കാണിച്ചു കൊടുക്ക്. നമ്മളിങ്ങനെ വിചാരിക്കുന്നുണ്ട് ഇവിയിലേക്ക് മാറിയാലോ എന്നൊക്കെ അല്ലേ? അവിടെ കൊണ്ടു വെക്ക് ചെല്ലി, അവിടെ കൊണ്ടുവെക്ക. ആ അടുത്ത് അവിടെ കൊണ്ടുവെക്കാൻ വലിയ പണിയൊന്നുമില്ല. എന്തോരം പൊടിയാണപ്പ, എത്ര അടിച്ചാലും പോകൂല. ഓപ്പിന്റെ വണ്ടി കഴുകുന്നു, നമുക്ക് കൊടുത്താലോ? അന്ന് നമുക്ക് കൊണ്ടുകൊടുക്ക. മോനെ ഏതായാലും കാറ് കഴുകല്ലേ, ചവിട്ടി ഒന്ന് കഴുകിത്താ മോനെ. അല്ല, രണ്ടും കൂടി ഒന്ന് ചവിട്ടിയെല്ലാം എടുത്തിട്ട് പ്ലീസ് ഓപ്പ് ഇതൊന്ന് കഴുകിത്താ. കൊറേ പൊടിയെല്ലാം ഉണ്ട് ഇതില്. ഇതേ അങ്ങനെ നിങ്ങളുടെ ചവിട്ടി കഴുകാനുള്ളതല്ല, ഇതെന്റെ കാറ് കഴുകാനുള്ളതാണ്, മനസ്സിലായോ? ഓ, നമ്മളെ ചവിട്ടി കഴുകിന്ന് ഞാൻ ഷോപ്പേന്റെ ആ മിഷ്യൻ കംപ്ലൈന്റ് ഒന്നും ആവുന്നില്ല. കൊഴപ്പില്ല മോനെ, ഇതൊന്ന് കഴുകിത്താ. എന്നാ അവിടെ ഇട്, ഞാൻ കഴുകാൻ നോക്കട്ടെ. ഇത് വേണം, മറ്റേ ഷാമ്പോലോട്ട് കഴുകണം, നല്ല വൃത്തിയാവുള്ളത്. വണ്ടി കഴുകുന്ന കൂട്ടത്തില് എന്നാ അവിടെ ഇട്, അവിടെ ഇട്. കൊറേ പണിയുണ്ട്. ആ, അവിടെ ഇട്. ആ, ഞാൻ നിങ്ങൾ വേറെ പണിക്കോയാൽ ശരിയാവൂല, ഇവിടെ നിക്കണം, എന്നാലേ ഞാൻ കഴുകുള്ളൂ. ആ, അല്ല പിന്നെ അവിടെ ഇട്. ഗൈസ്, എന്തായാലും കാർ കഴുകാൻ എനിക്ക് പണി കിട്ടി. ഇവര് രാവിലെ വീട് വൃത്തിയാക്കി ഇറങ്ങിയതാ, പക്ഷെ ഇത് എന്റെ നല്ലൊരു ഞാൻ വിചാരിച്ചിരുന്നില്ല. പക്ഷെ നല്ലതാണ് സംഭവം കേട്ടാ. നമുക്കൊന്ന് കഴുകി നോക്കാം, ചെളി പോയില്ലെന്നൊക്കെ ഒന്ന് നോക്കി നോക്കാം. കൊറേ ആയില്ല, ഇപ്പൊ ഒരു വർഷത്തോളം. ഇപ്പൊ അത് വാങ്ങിയിട്ട് എത്രയായി? ഒരു വർഷത്തിന് ബാംഗ്ലൂർ പോയപ്പോ വാങ്ങിയതാ അത്. പക്ഷെ ചെറിയ പൈസ കിട്ടിന്, 700 രൂപ കിട്ടിയ സാധനം അല്ല അന്ന്. 700 അങ്ങനെ എന്തോ കിട്ടിന്. ആ, പിന്നെയല്ലേ, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്ത് ഒന്ന് സോപ്പ് ഇട്ടിട്ട് അടിച്ച് കഴുകുമ്പോ വൃത്തിയാക്കും. നോക്കാം നമുക്ക്. പുതിയ ചവിട്ടി ഇടായിട്ടാന്ന് കേട്ടാ, മഴയായതുകൊണ്ട് അതെല്ലാം എടുത്ത് ഭദ്രായിട്ട് വെച്ചിട്ടുണ്ട്. വേനൽക്കാലം മാത്രമേ ഇടുള്ളൂ. ഇപ്പൊ ഇതുകൊണ്ട് മുതലാക്കിയാണല്ലേ വാങ്ങിച്ച ചവിട്ടിയാണ്. അതെ. അപ്പൊ എന്തായാലും ചെറിയൊരു ഈവനിങ് വ്ളോഗ്, ഒരു ക്ലീനിങ് വ്ളോഗ് എന്നൊക്കെ പറയാം. ഇന്നത്തെ വ്ളോഗിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് പുതിയ കാര്യങ്ങളുണ്ട് അല്ലെ? ചവിട്ടി കഴുകുന്നത് മാത്രമല്ല, അപ്പൊ അതെല്ലാം ഒന്ന് കാണാമല്ലേ വ്ളോഗിൽ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഓക്കെ, റെഡി, ബാ. കുറച്ച് തെറ്റത്തോട്ടിട്. സോപ്പ് പൊടി വേണ്ട, ലിക്വിഡ് ഇട്ട് സംഭവം സെറ്റ് ആയി തരാം. നല്ല വൃത്തിക്ക് മനാരത്തിലെല്ലാം കഴുകണേ. നമുക്ക് എന്തായാലും ഈ ചെറുത് കഴുകി നോക്കാം, സക്സസ് ആവാൻ നോക്കിയിട്ട് മറ്റേത് കഴുകാം. നോക്കട്ടെ എന്ത് സക്സസ് ആവാണ്ട്. പിന്നെ എന്താണ് ആ ചെറു പോന്നണ്ട, പൊടിയാന്ന്, പൊടി. ഇത് സക്സസ് ആവും. എന്തോരം പത ഞാൻ പറഞ്ഞില്ല, ഒരുപാട് പതയുണ്ടെന്ന്. നോക്കി, നീ കാണിച്ചത് നല്ല പതയായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒരു കാര്യം ചെയ്യാം, മതെല്ലാം എടുത്തിട്ട് അടിക്കാം, വൃത്തിയാവും നോക്കാം. എല്ലാ വെള്ളം കളഞ്ഞിട്ട് ഞാൻ വാങ്ങിയ സമയത്ത് ഇതെല്ലാം എന്തിനാന്ന് വാങ്ങുന്നത്, ഇതിന്റെ ഒന്നും ആവശ്യം എന്താ? വണ്ടി കഴുകാനൊക്കെ വെറുതെ വാങ്ങുന്നത് കുറ്റം പറഞ്ഞ ആൾക്കാരെ ഇപ്പൊ എല്ലാത്തിനും ഇത് വേണം. മറ്റേ മതില് കഴുകണമെങ്കിലും ഫ്രണ്ടിൽ ഇന്റർലോക്ക് കഴുകണമെങ്കിലും ഒക്കെ ഈ സാധനം നല്ല ഉപകാരമാണ്. ഇത് ശരിക്കും വണ്ടി കഴുകുന്നതിനേക്കുള്ള ഉപകാരം വീട്ടില് ഇങ്ങനെയുള്ള കാര്യമൊക്കെ, മതില് വൃത്തിയാക്കാം, വാർപ്പിന്റെ മേലെ വൃത്തിയാക്കാം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉപകാരപ്പെടും. അതെ, നല്ല നോക്കിയാ ചെളി പോണോക്കിയാ അവിടെ കണ്ട കാണിച്ചു നമുക്കൊരു മതിലും ഇടാം, മതിലിന്റെ ഇതും ഇടാം. വണ്ടി കഴുകൽ കഴിഞ്ഞ സമയം നോക്കി ഞാൻ പറഞ്ഞതാണല്ലോ, കുറച്ചിങ്ങോട്ട് ഇട്ടൂടായിരുന്നോ? അങ്ങനെയല്ല ഒരു ഉപകാരം. കുടുംബത്തിലെ ആണുങ്ങളാരും ഇത് വാങ്ങണ്ടാട്ടോ. ഞാൻ എപ്പോഴും വിചാരിക്കുന്നുണ്ട് ചെളിയാവും കേട്ടാ. അതും കൂടി കഴുകണേ. അപ്പൊ എന്നാല് എന്തോരം ചെളിയാന്നറിയാ.
ഇത്രയും ചെറിയ ചവിട്ടുമേട് ഉണ്ടായിരുന്നു ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല കേട്ടാ. അതെ, ഇത് മൊത്തത്തിൽ കഴുകട്ടെ. വ്ലോഗ് നിറച്ച് ഇത് മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇത് കഴുകിയിട്ട് അടുത്തത് ഓപ്പക്ക് വേറെ പറഞ്ഞ് അധികം ചെളിയൊന്നും ഇല്ലാന്നാ കുഴപ്പമൊന്നുമില്ല, അധികം ചെളിയൊന്നും ഇല്ലെന്നാ പറഞ്ഞു. എന്നാലും ഒന്ന് വെറുതെ ഒരു രസത്തിന് കഴുകാനാണ് വിചാരിച്ചത്. പക്ഷെ ഇത്രയും ചെളി ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. ഇത് കഴിഞ്ഞ് ഇത് വേഗം തീർത്ത് വെച്ചാല് പെട്ടെന്ന് അടുത്ത പണി വരാം. കുപ്പിന്ന് വന്ന പൂതമാണല്ലോ ഞാൻ. തീരുമ്പോ പണി വരാം പറഞ്ഞോളാം. ഇത് തീർത്ത് വെച്ചിട്ട് ആ ചവിട്ടിയും കൂടി തീർത്തിട്ട് വിരിച്ചിടുക കൊണ്ടുപോയിട്ട്. എന്നിട്ട് വിരിച്ചിട്ടിട്ട് അകത്തേക്ക് വാ. ആ സോഫയെല്ലാം ഒന്ന് കഴുകാറുണ്ട്. സോഫ ഇപ്പൊ കഴുകണ വേണ്ട അല്ലേ, ഉണങ്ങൂലു. അപ്പൊ സോഫ കഴുകലും അടുത്ത പണി. അപ്പൊ എന്തായാലും ഓപ്പ ഇതെല്ലാം ചെയ്യട്ടെ കേട്ടാ. എനിക്ക് അകത്ത് കുറച്ച് പണിയുണ്ട്. അത് ഒറ്റക്ക് പിടിക്കാനേ ഉള്ളൂ. എന്താ ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ ഓർമ്മ വരുന്നറിയോ, പണ്ട് ഇന്നസെന്റിന്റെ ഒരു പടത്തിലെ ഇന്നസെന്റ് എന്തോ എടുത്ത് പൊന്തിക്കുന്ന സമയത്ത് ഒന്ന് പിടിച്ചു തരുമെന്നും പറഞ്ഞ് തല്ല് വെക്കാൻ വേണ്ടി നോക്കിയിട്ട് പിടിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ പിടിച്ച് സഹായിക്കാൻ വന്ന ആളുടെ തല്ലേക്ക് വെച്ചു കൊടുക്കും ആ പെട്ടി. അതുപോലെയാണ് ഇത്. സഹായിക്കാൻ വന്ന എന്റെ തല്ലായിട്ട്. അങ്ങനെയല്ലേ ഓപ്പേ ഒരു ഉപകാരം. ഒരു പാലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ. ആ മതിലുമേ കൊണ്ടുവന്ന് വിരിക്കോപ്പേ. എന്തെന്നോപ്പേ അങ്ങോട്ട് അങ്ങ് വിരിക്ക്. വേണ്ട, നമ്മളാ മറ്റേ ചവിട്ടിയല്ല പാവ അമ്മ കഴുകിയത്. ഇതറിഞ്ഞിരുന്നെങ്കില് ചെറുത് അമ്മ കഴുകൂലായിരുന്നു. കണ്ട ഇതിപ്പോ അമ്മ കഴുകിട്ടല്ലേ. ഇതെങ്ങാനും ഞാൻ മറ്റേതാ അടിച്ചിട്ടുണ്ടെങ്കിലല്ല ചെളി ഇങ്ങ് വരും. ഇപ്പൊ അമ്മ വെള്ളത്തിലേക്ക് കഴുകിയിട്ടത്. പക്ഷെ എത്രയായാലും ആ സാധനം വെച്ച് കഴുകുന്ന പവർ അമ്മ എങ്ങനെ അടിച്ചാലും കിട്ടൂല മോനെ. കിട്ടൂല. അടിപൊളി സാധനം കേട്ടോ. ഓപ്പക്ക് വേണമെങ്കിൽ കഴിക്കോ ഗൈസ്. എന്തായാലും ഇതെല്ലാം കഴുകി നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. അത് കഴുകിയിട്ട് ഇതും കഴുകിട്ടാ. ഇതിനിപ്പോ ഇവിടെ ഒന്ന് വിരിച്ചിടാം. നല്ല ഇതുമൊക്കെ ഉണ്ടായ ചെളി എന്ന് പറഞ്ഞാലുണ്ടല്ല ഇഷ്ടം പോലെ ചെളിയായിരുന്നു. ഇഷ്ടം പോലെ ചെളി. ഈ സാധനം ഉണ്ടല്ലോ പവർ കൂട്ടി അടിക്കരുത് കേട്ടോ. ഞാൻ ഇത് പവർ കൂട്ടി ഇവർ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞാണ് ഇവരോട് പവർ അധികം കൂട്ടി അടിക്കേണ്ടത്. നല്ലോണം പവറിൽ അടിക്കുന്നിട്ട് പവറിലടിച്ചപ്പോൾ കണ്ടതാ ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ വീണ് കണ്ടോ. ശരിക്കും ഒരു മിതമായ ഒരു മീഡിയത്തിലേ അടിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇതുപോലെ ലൈൻ വീഴും. ഇന്ന് മൊത്തം ഒരു വൃത്തിയാക്കൽ ദിവസമാണ് ഗൈസ് അല്ലേ. ഉച്ചയ്ക്ക് ശേഷം ചോറ് രാവിലെ നിന്നതാണ് ശരിക്കും പറഞ്ഞ എനിക്കല്ലോ അല്ലേ. ഞാൻ ഇതിന്റെ ഭാഗമായി എന്റെ വണ്ടികളെല്ലാം കഴിഞ്ഞ് ഇവരിവിടെയൊക്കെ വൃത്തിയാക്കിയത് ഇപ്പൊ അടുക്കള വരെ എത്തിയിട്ടുണ്ട്. നമ്മൾ ആ മുകളിൽ വെച്ചിരുന്നില്ലേ നമ്മുടെ മറ്റേ വർക്ക് ഏരിയയിൽ വെച്ചിരുന്ന ആ ഇതുണ്ടല്ലോ നമ്മളന്ന് ബാൽക്കണി. നമ്മളന്ന് പറഞ്ഞില്ലേ ബാൽക്കണി വൃത്തിയാക്കി എന്ന് പറഞ്ഞിട്ട് ബാൽക്കണിയിൽ വെച്ചിരുന്ന ആ ചെടിയില്ലേ, അതായത് നമ്മള് ഇപ്പൊ സഞ്ചരിക്കുന്ന ചെടിയായി. അത് ഇവിടെ വെച്ച് ഗൈസ്. അല്ല എങ്ങനെയുണ്ട് ഇത്, രസം ഉണ്ടായില്ലേ എന്ന് പറയാം നിങ്ങള് അല്ലേ. ഇത് ഇവിടെ വെച്ചു. പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് 2 ചെടി ഉണ്ടായല്ലോ. ആ ഒരു ചെടി ഇവിടെയും വെച്ച് കണ്ട. ഒന്ന് ഈ സ്റ്റെപ്പ് കയറിനോടത്തും വെച്ച്. വേറെ ഒന്നല്ല, നമ്മളത് പുറത്ത് ബാൽക്കണിക്ക് വെക്കുമ്പോഴേ അവിടെ നല്ല വെയിലുണ്ട്. വെയിലുണ്ടായിട്ട് ഇതിന്റെ കളറില്ലേ ഇങ്ങനെ നല്ല വെയിലടിച്ചിട്ട് ഇതിന്റെ കളർ ഇങ്ങനെ ഒരു മങ്ങുന്ന പോലെ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് എടുത്ത് വെച്ചത്. പക്ഷെ ഇവിടെ വെച്ചപ്പോൾ നമുക്ക് നല്ല ഭംഗി തോന്നി അല്ലേ. ഇനി നിങ്ങളുടെ അഭിപ്രായം കൂടി പറ. പിന്നെ നമ്മൾ മറ്റേ ബാൽക്കണിയിൽ മറ്റേ ചെടി വെക്കാന്ന് വിചാരിച്ചു. നമ്മുടെ മറ്റേ ജീവനുള്ള ചെടിയില്ലേ, യഥാർത്ഥ ചെടി, അത് വെക്കാന്ന് വിചാരിച്ചു. അത് പക്ഷെ അതിനൊരു ചട്ടി വേണം അല്ലേ. ഇന്നർ. അതെ ഇന്നർ. അപ്പൊ ഇന്നർ വാങ്ങിയിട്ട് നമുക്ക് അവിടെ വെക്കാം അല്ലേ. പിന്നെ ഇനി ഉണ്ടല്ലോ, ഇനി എൻ്റെ പ്ലാൻ എന്താണെന്നറിയാം, ഈ സോഫ ഇതുപോലെ തന്നെ ഒന്ന് കഴിയാൻ കൊള്ളാന്നുണ്ട്. പക്ഷെ കേടായി പോവാന്നറിയില്ല. നല്ല വെയിലുള്ള സമയത്ത് കണ്ട ഫുള്ള് ഗ്രേ കളറാണെന്ന് കൊണ്ട് അറിയുന്നില്ലെന്നേ ഉള്ളൂ. ഫുൾ ചെളിയാണ് ഇത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് കഴുകിയിട്ട് നല്ല വെയിലത്ത് ചുണക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. ചിലപ്പോൾ അതോടെ ഇത് ഇല്ലാണ്ടാവും. കുളിപ്പിച്ച് കുട്ടിനെ ഇല്ലാണ്ടാക്കുന്ന പറയില്ലേ, അതുപോലെ ആവും. അപ്പൊ അങ്ങനെയാണ് ഈ ചെടി നമ്മൾ പിന്നെ വിചാരിച്ച് എനിക്ക് പറഞ്ഞ് ഇതെടുത്തിട്ട് ആ ഒരെണ്ണം എടുത്തിട്ട് ഇതിന്റെ മൂലക്ക് വെക്കാനായിട്ട്. ആ മൂലക്ക് വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും. നീ വെറുതെ വെച്ച് നോക്കുന്ന, നീ ഒന്ന് വെച്ച് നോക്കിയാ ജസ്റ്റ്. അവളെ എന്റെ നൈസിൽ തല്ലിടാൻ നോക്കിയതാ. എന്റെ അഭിപ്രായത്തിൽ ഈ ചെടി വെച്ച് നോക്കണം എന്നാ ഞാൻ പറയുന്നത്. ഇതാണ് കുറച്ചൊരു വലിപ്പമുള്ളത്. എന്നാൽ അത് വെച്ച് നോക്കി ജസ്റ്റ്. രസമുണ്ടോ നോക്കി. ആ മൂലക്ക് വെച്ച് നോക്കി. ഇവിടെയാണോ ഭംഗി. അത് നീ വെക്കുമ്പോൾ അങ്ങനെ തിരിച്ചു പറഞ്ഞിട്ട് ഞാൻ മറ്റേ ലെവലാക്കി വെച്ചതാ. അതോ ഈ ഡൈനിങ് ടേബിളിന്റെ ഇവിടെയാണ് ഭംഗിന്ന് വെച്ച് നോക്ക്. കണ്ട അവിടെ വെച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്കത് കാണുന്നില്ലടി. കാണുന്നില്ല. അതിന്റെ പകുതി കസേരയുടെ മറ കൂടി പോയി. അവിടെ രസൂല. എടുത്തോ അവിടെ രസൂലല്ലോ ഗൈസ്. അവിടെ വെച്ചാൽ നമുക്ക് പോവാൻ ബുദ്ധിമുട്ടാവും, കയറാനും വരാൻ. നീ അവിടെ തന്നെ കൊണ്ട് വെച്ചോ ചെല്ലി. അത് അവിടെ പറ്റുള്ളൂ. എടി അവിടെയൊന്നും വെച്ചാൽ നടക്കൂല.
അവിടെ ഒന്നും വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ ചെയറൊക്കെ അതില് വരാൻ കഴിയില്ല ആളുകൾക്ക്. നമുക്ക് ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ വരാൻ പറ്റില്ല അപ്പുറത്തെ സൈഡില്. ആ നമുക്കത് ഭയങ്കര റിസ്ക് ആണ്, കൺജസ്റ്റഡ് ആവും. ഞാൻ കൊണ്ടുപോക്ക് ചെല്ലി മകളെ കൊണ്ടുപോക്കെ എടുത്ത് കൊടുത്ത് അവിടെ കൊണ്ടുവെക്ക് ചെല്ലി, അവിടെ കൊണ്ടുവെക്ക്. ആ അടുത്ത് അവിടെ കൊണ്ടുവെക്കാൻ വലിയ പണിയൊന്നുമില്ല. ചെല്ലി കൊണ്ടുവെക്ക്. കൈവേദന ചെല്ലി അത് പൊക്കിയതിന് കൈവേദന ചെല്ലി അവിടെ കൊണ്ടുവെക്കാതെ എടുത്തുണ്ട് വെക്ക്. ചെല്ലി എടുത്തുണ്ട് വെക്ക് പച്ചക്കിളി. ചെല്ലി പോ ചെല്ലി. ഇങ്ങനെയാണ് ഗൈസ് പറഞ്ഞ് നമ്മൾ ഓരോ പണി ചെയ്യിക്കുന്നത്. അവിടെ അമ്മ മോട്ടർ അടിക്കുന്നുണ്ട്, കഴുകി വെള്ളമെല്ലാം തീർന്നു. അത് വലിയ വെയിറ്റ് ഒന്നുമില്ല, അവിടെ കൊണ്ട് വെച്ചോ ചെല്ലി. ഞാൻ വെച്ച പോലെ തന്നെ നോക്കി. ഞാൻ ഇപ്പുറത്തേക്ക് എല്ലാം ഇതാക്കിയിട്ടുണ്ടായി, ഒടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയല്ല മറിച്ച് അത് തന്നെ ആ ആംഗിൾ കണ്ട അവിടെയാണ് അതിന്റെ ഭംഗി. അത് അവിടെ ഇരിക്കട്ടെ ഗൈസ്. ഇന്ന് നിഗി മൊത്തം സ്പെഷ്യലാണ് ഇവിടെ ആക്കാൻ വേണ്ടി പോകുന്നത്. എന്താണ് നീ ഇന്നാക്കുന്ന സ്പെഷ്യൽ ഒന്നും എല്ലാരും കാണിക്കാൻ എന്താ കാണിക്കട്ടല്ലേ? കാര്യം കാണിക്കാൻ പറ്റാത്ത സ്പെഷ്യലാ നീ ആക്കുന്നത്. ഗൈസ് ഇവളിങ്ങനെ നിക്കുന്നുണ്ടെങ്കിൽ നിങ്ങക്ക് ഊഹിക്കാനും ഇവളെന്താ ആക്കുന്നതെന്ന്. വേറെ ഒന്നല്ല, ഇവളുടെ സ്വന്തം തട്ടിക്കൂട്ട് പഴംപൊരി. ഇതെന്റെ അഭിപ്രായത്തിൽ നമ്മള് വ്ലോഗ് തുടങ്ങിയ കാലം തൊട്ട് കാണിക്കുന്ന ഒരു ഐറ്റാണ് തട്ടിക്കൂട്ട് പഴംപൊരി. അല്ല എന്തായാലും ഇത് വ്ലോഗ് കാണുന്നോണ്ടിരിക്കല്ലേ, അപ്പൊ നീ എന്താ ചെയ്യണേന്ന് കാണണ്ടേന്ന് തിരിച്ചു വന്നത്. അതൊന്നുമില്ല, വ്ലോഗ് അങ്ങനെയൊന്നുമില്ല. വ്ലോഗ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഈവനിങ് വ്ലോഗാണ്. അത് എല്ലാം പെടും. ഈ ചായ കുടിക്കാത്ത എന്ത് ഈവനിങ് വ്ലോഗാ ഉള്ളത്? ഈവനിങ് വ്ലോഗിലെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ചായയാണ്. അതൊക്കെ തട്ടിക്കൂട്ട് പഴംപൊരിക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. തട്ടിക്കൂട്ട് പഴംപൊരി കാണിച്ച് എന്റെ അഭിപ്രായത്തിൽ ഈ വ്ലോഗ് ഒരു ബോറടിച്ചടിച്ചടിച്ചടിച്ച് ഇതെന്താ കളർ മാറിയ പോലെ. അത് ആ സാധനത്തിൽ പുഴുങ്ങിട്ട് അടിയില് വെള്ളം ഇതായപ്പോ ഓഫായതാണ്. മുട്ട കരിഞ്ഞപ്പോ പിള്ളേർ വന്നാ കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ പുഴുങ്ങി വെച്ചതാണ് ഗൈസ്. അപ്പൊ എന്തായാലും എനിക്ക് തട്ടിക്കൊണ്ട് പഴംപൊരി ആക്കട്ടെ. ഇതിന്റെ റെസിപ്പിയൊക്കെ എല്ലാ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ മലയാളികൾക്ക് മാത്രമല്ല, നോർത്തിൽ ഞാൻ വൈറലാക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇപ്പൊ എല്ലാവരും മൊത്തത്തിൽ ഇതൊരു ദേശീയ ഭക്ഷണമായി എല്ലാവരുടെയും ഇതായി മാറിയിട്ടുണ്ട്. ഇനിയിപ്പോ ഏതെങ്കിലും ഫുഡിന്റെ ടീംസ് വിളിച്ചിട്ട് നീക്ക് ഇതിനുള്ള ഇത് കൊടുക്കുമെന്ന് അറിയില്ല. ഇതിന്റെ ഒരു ഏറ്റവും കൂടുതൽ തട്ടിക്കൂട്ട് പഴംപൊരിയാക്കിയ അല്ല കണ്ടുപിടിച്ചതിന്റെ ചില കണ്ടുപിടുത്തങ്ങളുടെ ഇതില്. അപ്പൊ അങ്ങനെ ഗൈസ്, അപ്പൊ ഇവിടെ ബാക്കി എന്താ പരിപാടികള്? എനിക്ക് മഴക്കാരുണ്ട്. നമ്മൾ ചവിട്ടിയൊക്കെ കഴുകിട്ടപ്പോ ഒരു മഴക്കാർ പോലെ തോന്നുന്നു ഇല്ലേ? ആ ചവിട്ടി ഞാൻ പറഞ്ഞില്ല അത്രയും പവറിൽ അടിക്കണ്ടെന്ന്. അതിന് കണ്ടോ ഒരു ലൈൻ വീണിട്ട് നശിച്ചു. നീ എന്നെ പറഞ്ഞോ? ഞാൻ പറഞ്ഞു പവറിലടിക്കണ്ടെന്ന്. ഓപ്പയല്ലേ പവറിലടിച്ചത്? ആയിക്കോട്ടെ ഗൈസ്, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്താ സംഭവിച്ചെന്നുള്ളത്. നിന്റെ പട്ടിക്കൂട്ട് വരും, നിന്റെ തട്ടിക്കൂട്ട് പഴംപൊരിയാക്കി. ഓക്കെ ഗൈസ്, അപ്പൊ ഓക്കെ നീ കുഴച്ച് നോക്ക്. എല്ലാവരും ഞാൻ വെറുതെ ബോറടിപ്പിക്കുന്നില്ല ഇത് കാണിച്ചിട്ട്. ശരി ഞാനും ഓഫാക്കി. മകളെ സമയം 4:05. മകളെ കൂട്ടാൻ വേണ്ടി പോണ്ടേ? വരുന്നുണ്ടാ? അപ്പൊ നീ വരുന്നില്ലേ? ഞാൻ വന്നാലും എങ്ങനെയാ പഴംപൊരി? എന്റെ പഴംപൊരി ഇതെങ്ങനെ തീരൂല എനിക്കിത്. എന്തെന്റെ അവസ്ഥ? നല്ല അവസ്ഥയാ. കണ്ടാ ഏതൊക്കെ ആകൃതി വെച്ചാല് പോയിട്ട് കൂട്ടിട്ട. എന്താ ക്യാമറ എടുത്തോ? വെറുതെ എടുത്തോ? അത് വീടെല്ലാം വൃത്തിയാക്കിട്ട് അല്ല അതില്ല, ഞാൻ തുടച്ചിട്ട് വേഗം ഉണങ്ങാൻ വേണ്ടിട്ടില്ലേ. ഓപ്പി അച്ഛനെല്ലാം ഓടി കേറും. ഞങ്ങള് ഇനി കൈയൂത്തി അടക്കാം. എന്നാ പിന്നെ നീ തുടച്ചോണ്ട്. ഗൈസ് നമ്മുടെ ബൊഗൈൻ വില്ല കണ്ട, ബൊഗൈൻ വില്ല പൂക്കാണ് ഇനി നീയാകും എന്നെയും സൃഷ്ടിച്ച കർത്താവിന് സ്തുതി. കണ്ട നല്ല പൂത്ത് നല്ല പൂവൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ ഇത് പിടിപ്പിച്ചിട്ട് ഇപ്പോഴാണ് കേട്ടോ ഇതിൻ്റെ പൂ കാണുന്നത്. സത്യം പറഞ്ഞാൽ ഇതുപോലെ പൂ കാണുന്നത്. ഞാനിവിടെ എത്തലും കൃത്യം വണ്ടി വരുന്നുണ്ട്. ദുഗുവിൻ്റെ വണ്ടിയാണ് ഫസ്റ്റ് വരുന്നത്. അങ്ങനെ വരുന്നുണ്ട്. അലേക്ക് എന്താണ് ഇവർ രണ്ടാളും കറക്റ്റ് സമയത്ത് എത്തിയല്ലോ. ഒപ്പം എന്ത് പറയുന്നു? ഒരു മന്നച്ചക്ക്
ഇതെന്നാ ചായക്കടി എന്നറിയോ? എന്തായിരിക്കും അമ്മേന്റെ സ്പെഷ്യലി? അതാ കൊച്ചു വരെ പറഞ്ഞു തട്ടിക്കൂട്ട് പഴംപൊരി. ഇവിടെ നിൽക്ക, ചേച്ചി ഉണ്ടാവണം. അയ്യോ അയ്യോ എൻ്റെ ബാഗ് കുടിക്കാം കൊണ്ടാ. ബാഗ് വരും. എല്ലാവരും ഹായ് പറഞ്ഞേ. ഞാനാണ് വീഡിയോ എടുക്കുന്നത്. ഇന്നത്തെ വിശേഷങ്ങൾ. അമ്മയില്ല വീട്ടില്? അമ്മ എവിടെ പോയി? ഒന്നുമില്ല, നല്ല വീട് വൃത്തിയായി. തൂമി പോയി. ഇങ്ങനെയാണ് വ്ളോഗ് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ എന്തെങ്കിലും പറ. ഇന്ദ്രപ്പാ എന്തായി അമ്മ കുളിക്കണ? എനിക്ക് കുളിക്കാം. ഗൈസ് പിന്നെ വേറൊരു വിശേഷം ഉണ്ട് കേട്ടാ. നമ്മുടെ ഈ റൂമിന് ദുഗുവിന്റെ റൂമിന് ഡോറ് വെച്ച് കാണിച്ചു കൊടുക്ക്. എന്തിനും അടച്ച് കാണിച്ചു കൊടുക്ക്. അത് കാണിച്ചില്ല പറഞ്ഞാലോ. ഇതാ ഡോറ് വെച്ചു കണ്ട. ഇവിടെ ഇങ്ങനെ നമ്മുടെ ആ റൂമിന് ഇങ്ങോട്ടാണ് തുറക്കുക കേട്ടോ ഈ ഡോറ്. ഇത് നമുക്ക് അകത്തോട്ട് തുറക്കാൻ സ്ഥലമില്ല. ഞാൻ പറഞ്ഞത് ചെറിയ റൂമാണ്, ഇങ്ങോട്ട് തുറക്കാൻ സ്ഥലമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് ബെഡ്ഷീറ്റ് വിരിച്ചിട്ടില്ല, ഊരി മാറ്റിയാൽ എനിക്ക് ഇങ്ങോട്ടാണ് തുറക്കുക. ഇത് നമ്മുടെ WPCൻ്റെ ഡോറാണ് കേട്ടോ. LMT ഡോർ എന്ന് പറഞ്ഞ ഡോറാണ്. ഇത് ഇങ്ങനെയല്ല, ഇത് മുകളിൽ ഗ്യാപ്പ് ഉണ്ടായി. ഇത് ഇനി പോളിഷ് ചെയ്തിട്ട് ഫൈനലി ഞാൻ കാണിച്ചു തരാം. പോളിഷൊക്കെ ചെയ്ത് നല്ല തേക്കിൻ്റെ ഡോർ പോലെ ഉണ്ടാവും കണ്ട. ഇത് ഇവിടത്തേക്ക് തുറന്നു നോക്കും. ഇതാരും നിഗിയാണ് ഇവിടെ എടുത്ത് വെച്ചത്. എന്തൊരു ഇങ്ങോട്ട് മാറി. ഇതാ അത് അവളുടെ തവട വെച്ചേക്കുന്നത്. ഇതാ ഇത് ഉണ്ടോ, ഇതിങ്ങനെ ഇവിടെ നിൽക്കും. ഇവിടെയാണ് നിൽക്കുക. വേറെ നമുക്ക് ഉള്ളിലോട്ട് തുറക്കാനുള്ള ഗ്യാപ്പില്ല. നല്ല WPCൻ്റെ ഡോറാണ് കേട്ടോ. കട്ടിലടക്കം അവരുകൊണ്ട് വെച്ച് തരും. ഇങ്ങനത്തെ ഡോറ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. LMT ഡോർ ഇത് കേരളത്തിലെ എല്ലായിടത്തും കൊണ്ടുപോയിട്ട് അവർ ഫിറ്റ് ചെയ്ത് തരും കേട്ടോ. റൂമിലോ കിച്ചണിലോ അതുപോലെ ബാത്റൂമിലോ അങ്ങനെ എവിടെയാണെങ്കിലും ഈ ഡോറ് ഫിറ്റ് ആക്കാം. മക്കളെ വേമ്പാ സമയം നീക്ക് വാടി 4:45 ഇതാ. ഞാൻ എത്ര കുറ്റം പറഞ്ഞാലും മോനെ ഇതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെ കേട്ടോ. ഇത് തിന്നാതിരിക്കാൻ പറ്റില്ലേ, ഭയങ്കര രുചിയാ. വേമ്പാ ഓക്കെ അമ്മ ഇത് മാറ്റം. ഗേറ്റ് തുറക്കണമെങ്കിൽ ഇത് മാറ്റണം. നിക്ക് അച്ഛ ഇത് അച്ഛൻ പോക്കറ്റിലാണ് ചാവി. അച്ഛൻ ഇത് പിടിച്ചു കൊടുക്കല്ലേ അച്ഛ നമുക്ക്. ഉണങ്ങി കേട്ടാ ഗൈസ്, ഏതാണ്ട് ഉണങ്ങി. നീ എന്താടി വെള്ളം കുടിക്കടി. പഴംപൊരിയെല്ലാം തിന്നിട്ട് വെള്ളം കുടിക്ക്, അല്ലെങ്കിൽ നിന്റെ തട്ടിക്കൂട്ട് പഴംപൊരി ആളാ തട്ടിക്കൊല്ലണ പഴംപൊരിയാവും. ബാ ഉണങ്ങിയ അകത്തിട്ടോ അമ്മേ. എന്നാ ഒന്നൂടെ ഉണക്കിട്ടിടും. എന്നാ അവിടെ നോക്ക്, വേഗം നോക്ക് ബാബാ. ഇതാ 4:45. ഇനി എത്ര ദൂരം 10 കിലോമീറ്റർ ഓടണം തളാപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട്. കാമണിക്കൂർ 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് ഞാൻ അവിടെ എത്തണം. 5 മണിക്ക് ക്ലാസ് കൊടുക്കും. വേഗം വാ മക്കളെ. ഇതാ നീ അവാർഡ് വാ റെഡി അല്ലേ? നോക്കേ വാ അച്ഛ വണ്ടി എടുക്കട്ടെ. അപ്പോഴേക്കും ബാ എത്തും കറക്റ്റ് നീളം അല്ലേ ഇന്ദ്രപ്പാ? വാ ഓക്കെ ഗൈസ്. ബാഗെല്ലാം എടുക്ക്. നോക്കടി നീക്ക് സമയം എത്രയായി. ഇവിടെ കയറ്റാനാ പണി. ഇവിടെ ഇങ്ങനെ അതും ഇതുമായിട്ട് നടക്കും ഇങ്ങനെ. പാ ഇങ്ങോട്ട്. പിന്നെ 5 മിനിറ്റ് കൊണ്ട് വേണം കൈസ് അവിടെ എത്താൻ വേണ്ടിട്ട്. പിന്നെ വണ്ടി കയറ്റാനാ പണി. ഇനി എത്ര സമയം ഞാൻ ഓൺ അടിക്കുന്നു? പിന്നെ ഞാനില്ലേ വെള്ളം കുടിക്കാൻ പഴംപൊരി തൊണ്ടേ കുടുങ്ങി. സമയം എത്രയാന്ന് വിചാരം നിന്റെ? സമയം 4:48. അവിടെ എത്തണ്ടേ? അത് എത്തുപ്പാ. ഞാൻ പറപ്പിച്ചിട്ടല്ലേ പോകുന്നത്. ഇത് റോട്ടിൽ കൂടെ ഓടുന്ന സാധനം മോളിൽ കൂടെ പറപ്പിക്കാനൊന്നും കഴിയില്ല. ഭാര്യ അപ്പൊ വേറെ ഭാര്യ എവിടെയാ? ഭാര്യല്ലേ ഒന്നുമില്ല, ഭാര്യ എന്ന് പറഞ്ഞ ഒരു മനസ്സ് കാണിക്കണ്ടേ. പറഞ്ഞു കൊടുക്കിന്ദ്രു. വേറെ ഏതെങ്കിലും അച്ഛനായിരുന്നെങ്കിലാ നിങ്ങക്ക് അതല്ലേ നമുക്ക് ഈ അച്ഛനും അപ്പൊ എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. എന്തായാലും അറിയില്ല. എന്നാ അവിടെ എത്തിയിട്ട് കാണാം കേട്ടാ. എന്റെ അടുത്ത് ആറ്റിയുണ്ട്. ഇവിടെ എല്ലാം വൃത്തിയാക്കിയേട്ടാ. മൂർന്ന് വയലെല്ലാം മൂർന്നാ നെല്ല്
വീട്ടിലാണ്. നല്ല എല്ലാതാ മിഷ്യൻ എല്ലാം എല്ലാം വന്ന് മറ്റേ ചാക്കിലായി ഹായ് ചാക്കിലായി. ആരാണത്? അല്ലിക്ക അല്ലിക്ക. നെല്ല് മൂർന്ന് കഴിച്ചു. നെല്ല് മൂർന്നു. അങ്ങനെ ഞങ്ങൾ നമ്മുടെ കാക്കത്തിരുത്തിയുടെ കവാടം കഴിഞ്ഞു. ഞങ്ങൾ നമ്മുടെ സ്റ്റെപ്പ് റോഡിലേക്ക് എത്താൻ പോവുകയാണ്. അതെ, സ്റ്റെപ്പ് റോഡിലേക്ക് എത്താൻ പോവുകയാണ്. ടിയാഗോ അല്ലേ അത്? അതെ, ടിയാഗോ ഇലക്ട്രിക് അല്ലേ? നമുക്കൊരു EV വണ്ടി എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. നമുക്കൊരു EV വണ്ടി എടുക്കണം എന്ന് ഇങ്ങനെ മനസ്സിൽ ആഗ്രഹമുണ്ട് ഗൈസ്. അല്ല, അതുകൊണ്ടല്ല EV വണ്ടി എടുക്കണം എന്ന് ഞാൻ പറഞ്ഞത്. സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ ഒരു ഇലക്ട്രിക്, ഇപ്പൊ ഇവരെയും കൊണ്ട് എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോ നമ്മൾ ഈ വലിയ വണ്ടി എടുത്താണ് പോണത്. ഇലക്ട്രിക് വണ്ടി ആണെങ്കിൽ നമുക്ക് അങ്ങോട്ട് കുറച്ച് നീക്കി പിടിക്കാം. എന്റെ മുഖം ഇങ്ങനെ തള്ളി. അപ്പൊ നമ്മള് ഇലക്ട്രിക് വണ്ടി ആണെങ്കിൽ നമുക്കത് ലാഭമല്ലേ. വീട്ടിൽ നിന്ന് നമുക്ക് കറണ്ട് വെച്ച് നമ്മൾ അങ്ങനെ സോളാറും ഉണ്ടെങ്കിൽ, നമുക്ക് വീട്ടിൽ സോളാറില്ല, സോളാർ എന്തായാലും നമ്മൾ വെക്കുമല്ലോ. അപ്പൊ സോളാർ കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ വരെയും കൊണ്ട് പോക്കും പരിപാടിയും എല്ലാം നമ്മുടെ നാട്ടിലോട്ടും കരലൊക്കെ നടക്കും. പിന്നെ അത്യാവശ്യം വന്നാൽ നമുക്കൊന്ന് നമ്മള് 4 ആള് മാത്രം പോകുമ്പോ നമുക്ക് പുറത്ത് പോവുകയും ചെയ്യാം. ഷൂട്ടിനായാലും എല്ലാത്തിനും പോവുകയും ചെയ്യാം. ഇതിപ്പോ നമ്മള് പറഞ്ഞു വന്നത് നല്ലൊരു കാര്യമാണ്, നല്ലൊരു ഇതാണത്, നല്ലൊരു ഇതാണ്. പക്ഷേ ലോൺ എടുക്കണ്ടേ, EMI എടുക്കണ ആലോചിക്കുമ്പോൾ അതൊരു നല്ല ഇതാണ്. അതുകൊണ്ടാണ് നമ്മള് ഒരു ചെറിയ വണ്ടി വേണമെന്ന് വിചാരിച്ചിട്ട് കിഡ് എടുത്ത വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ വണ്ടി നല്ല അടിപൊളി വണ്ടിയായിരുന്നു കേട്ടോ. വണ്ടി നല്ല വണ്ടിയായിരുന്നു. പക്ഷെ എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കില് നമുക്ക് പെട്രോള് അതിലും അടിക്കണം, ഇതിലും അടിക്കണം. അപ്പൊ ആ വണ്ടി എടുത്ത് പോയാൽ ഈ വണ്ടി എടുത്ത് പോയാലൊക്കെ ഇത് ഡീസലാണ്. അപ്പൊ പെട്രോള് അതെടുത്ത് പോകുമ്പോ പൈസ കണക്ക് തന്നെ, എന്റെ അഭിപ്രായത്തില് പൈസ കണക്ക് തന്നെ. പിന്നെ EV ആണെങ്കിലാണ് ലാഭം. നമ്മളിങ്ങനെ വിചാരിക്കുന്നുണ്ട് EV-യിലേക്ക് മാറിയാലോ എന്നൊക്കെ അല്ലേ. അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്നതിൽ EV കാറ് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതിന്റെ ഗുണങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ. മനസ്സിൽ നിങ്ങൾ ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ല, വണ്ടിനെ പറ്റി ഒന്നും ആയിട്ടില്ല. നമ്മള് ജസ്റ്റ് നമ്മളിങ്ങനെ ഒരു EV, ടാറ്റേന്റെ ഏതെങ്കിലും ഒരു EV ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ടാറ്റേന്റെ EV ഏതെങ്കിലും നോക്കാന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ MG-ന്റെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഏതാണ് നമ്മളൊന്നും കൺഫേം ആക്കിയിട്ടില്ല. അതെന്തായാലും പറയാം, തീരുമാനം തന്നെ ആയിട്ടില്ല. അപ്പൊ നിങ്ങള് ഏതെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നതിൽ നിങ്ങൾ ആരെങ്കിലും EV കാറ് ഉപയോഗിക്കണ്ടെങ്കിൽ അത് ഏത് കമ്പനിയാണ്, എങ്ങനെയുണ്ട്, എത്ര റേഞ്ച് കിട്ടുന്നുണ്ട്, എത്ര റേഞ്ച്, കുഴപ്പമില്ല, മൈലേജ് എന്ന് വെച്ചാൽ എത്ര റേഞ്ച് എന്ന് പറയും, എത്ര റേഞ്ച് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്നൊക്കെ ഒന്ന് പറയണേ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു EV എടുത്താൽ കൊള്ളാന്നൊരു ആഗ്രഹമുണ്ട്. നമ്മള് പെട്രോൾ അടിക്കണ പൈസ നമുക്ക് മാസം അടവടച്ചാൽ മതിയല്ലോ. ഞങ്ങൾക്ക് എന്തായാലും നല്ല പൈസ പെട്രോൾ, നമ്മളിപ്പോ ഒരു മാസം നല്ലൊരു പൈസ പെട്രോൾ അടിക്കുന്നത് ലോങ് ഓട്ടവും പരിപാടിയൊക്കെ ആയിട്ട്. അപ്പൊ ലോങ്ങും കൂടി പോകാൻ പറ്റിയൊരു വണ്ടിയാണെങ്കിൽ, നാട്ടിലോട്ടും അത്യാവശ്യം ലോങ്ങും പോകാൻ പറ്റിയൊരു വണ്ടിയാണെങ്കിൽ നമുക്ക് തന്നെ, നമ്മളധികം 4 ആളല്ലേ പോകുന്നത് ഷൂട്ടും പരിപാടിയൊക്കെ ആയിട്ട്. നമ്മള് 4 ആളായിരിക്കും. പിന്നെ വല്ല കാലത്തും പോകുമ്പോഴായിരിക്കും അച്ഛനമ്മ സഞ്ചരിച്ച് അവരെല്ലാം ഉണ്ടാവുന്നത്. അന്നേരം നമുക്ക് ഈ വണ്ടി എടുക്കാം. അങ്ങനെയൊക്കെയുള്ള ചിന്താഗതി ഉണ്ട്, ചർച്ചകളുണ്ട് ഞങ്ങളുടെ. ഞങ്ങൾ രണ്ടാളും കൂടി ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് നിങ്ങളോടൊന്ന് പറഞ്ഞു മാത്രം. ഇനി ആരും പൊങ്കാല ഇടരുത്. നമുക്ക് എന്തായാലും അപ്പൊ നമ്മളിപ്പോ നമ്മുടെ ബാലങ്ങിണറെത്തി. ഇനി എന്തായാലും ഞാൻ അവിടെ എത്തിയിട്ട് മുകളിൽ ഇങ്ങനെ ഉദിച്ച് നിൽക്കുന്ന വീണ്ടും എന്തായാലും പറഞ്ഞു പോയപ്പോ എനിക്കത് പിന്നെ പറയാതിരിക്കാൻ കഴിയില്ല. അവിടെ എത്തിയിട്ട് ഇനി കാണാം. എങ്ങനെ നമ്മൾ എന്തായാലും ഇവിടെ എത്തി അല്ലേ. അതാ പിള്ളേർ ഓടാൻ തുടങ്ങി. അയ്യോ മക്കളെ, വേഗം പോയി ഓടിക്കോട്ടാ, ഓടിക്കോ. അതാ മക്കളെ വണ്ടി ഓഫ് ആക്കട്ടെ, സമാധാനപ്പെട്ട് നിങ്ങൾ ഓടിയാ മതി അവരെ കൂടെ. ബാഗെല്ലാം എടുത്തിട്ട് അച്ഛനും അമ്മയും ഇറങ്ങി ഓടിക്കോ വേഗം. ബാഗെല്ലാം എടുത്തിട്ട് വന്നോളൂ, ഇറങ്ങി ഓടിക്കോ. എടുത്തോടാ, പൊയ്ക്കോ, ഓടിക്കോ, ഇവിടുന്ന് ഓടിക്കോ. ആരെക്കൊണ്ട്? എന്നെ കൊണ്ടാ. എന്നെ കുറ്റം പറയാൻ കിട്ടിയ ഒരവസരമില്ലേ ഒപ്പില്ലേ? ഒപ്പൊ എന്നെ കുറ്റം പറയാൻ കിട്ടിയ ഒരവസരം ഒപ്പ മുതലാക്കാതിരിക്കൂല. പാഴാക്കൂലെന്ന് പറയടി, മുതലാക്കാതിരിക്കും, പാഴാക്കൂലെന്ന് പറ. ബാ, അതുകൊണ്ട് ഇവര് 2 ആള് മാത്രം ഓടുന്നുണ്ട്. ഏഞ്ചല് എന്താ പൂക്കളൊക്കെ പറിച്ചാലാണ് ഇവിടെ. ഇപ്പൊ എക്സസൈസ് തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇനി കുട്ടികൾ സ്കേറ്റ് ഓട്ടി കൊടുത്തിട്ട് വേണം നമുക്ക് ഒരു സ്ഥലം വരെ പോവാനല്ലേ. അത് നമുക്ക് പോവാം, സ്കേറ്റ് ഓട്ടി കൊടുക്കട്ടെ അല്ലേ. സ്ഥലം നോക്കാൻ പോകാനല്ലേ നമുക്ക്. സ്ഥലം മാത്രമല്ല, വീടും നോക്കാൻ പോണം. അത് ഇത് കഴിയട്ടെ. ഇത് തളാപ്പ് എന്ന് പറഞ്ഞ ഒരു സ്ഥലമാട്ടോ. നമ്മുടെ തളാപ്പ് ശിവക്ഷേത്രത്തിലെ പാട്ടാണ് നിങ്ങൾ കേൾക്കണത്. അതിപ്പോൾ നമുക്ക് കാണാം.
ഇവിടെ സ്കൂളാണിത്, ശ്രീനാരായണ SN വിദ്യാമന്ദിർ. അതിൻ്റെ സ്കൂള്, ഹോസ്റ്റല് ഒക്കെയാണ് ഈ കാണുന്നത്. അവരുടെ തന്നെ ഗ്രൗണ്ടാണിത്. ഇവിടെയാണ് ഇതിൻ്റെ ഇത് നടക്കുന്നത്. അപ്പോൾ ഇരുന്നോ, കെട്ടിത്തരാം. കൊണ്ടാ കാണിച്ചേ, സ്കേറ്റിംഗ് കാണിച്ച്. ഇതുവരെ നമ്മുടെ വ്ളോഗിൽ ചെയ്യേണ്ട, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ ക്ലാസ്സിലായിരുന്നേ അല്ലേ? അല്ല, മഴ പെയ്തിട്ടല്ലേ ക്ലാസ്സിലായിരുന്നേ? ഓടിയില്ലേ? എക്സസൈസ് ചെയ്തില്ലേ? സെറ്റല്ലേ? വേഗം കൊണ്ടാ. ഇതാണ് സാധനം കേട്ടാ, നമ്മളാദ്യമായിട്ടാണ് അന്ന് കണ്ടത് അല്ലേ? നല്ല കാര്യം കൊണ്ട് കഴിച്ചതിന് ഇതിട്ടിട്ടാണ് ഇവർ ഓടുന്നത് കേട്ടാ. ഇത് ഞാനാദ്യം വിചാരിച്ചിരുന്നതേ ഈ സംഭവം ചക്രഷൂ എന്ന് പറയില്ലേ നമ്മള്. അപ്പൊ ഇതൊരു ഷൂ ആയിട്ട് വരുന്നത് ഉണ്ട് കേട്ടാ. പക്ഷെ ഇവരത് ഇങ്ങനെയല്ല. നമ്മളിവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. ഫസ്റ്റ് പഠിക്കുമ്പോൾ ഇതുമല്ല പഠിക്കുക. നമ്മുടെ ഈ ഷൂ അടക്കം ഇതിൽ വെക്കുക ചെയ്യുക. അറിയാവുന്നവർക്ക് അറിയാൻ പറ്റും, അറിയാത്തവർക്ക് അറിയാൻ പറ്റില്ല അല്ലേ? കണ്ട, ഈ ഷൂ അടക്കം ഇങ്ങനെ വെച്ചിട്ട് ഇത് കെട്ട് ചെയ്യുക. ഞാൻ ഒന്ന് കെട്ടിക്കെടുക്കട്ടെ കേട്ടോ. ദിവസം എടുത്ത് വെക്കേ, കെട്ടിത്തരാം. അങ്ങനെ കെട്ടിക്കൊടുക്കലാണ് കേസ് ഒരു പണി. പിന്നെ നമ്മൾ ഫ്രീ ആയി കേട്ടോ. ഹെൽമെറ്റ് ഇട്ടോ, ഹെൽമെറ്റ് ഇട്. ഇത് ഇന്ദുവിന്റെ സൈക്കിളിന്റെ ആണ്. ഇത് ഇതിന്റെ ഒപ്പം അല്ലേ? ആദ്യം വരെ എണീക്കാനൊന്നും പറ്റില്ലായിരുന്നു ഇട്ടിട്ട്. ഇപ്പൊ ഇവരെ എണീക്കാനേ തുടങ്ങി. കണ്ടാ, ഇതുപോലെ ഇപ്പം ഇങ്ങനെ പോകാനെല്ലാം തുടങ്ങി. ഇങ്ങനെ നടന്ന് പോകും. എന്നിട്ടാണ് കളിക്കുക. അവിടെ പോയിട്ട് സ്ഥിതി. ഇവിടുത്തെ ഓരോ പിള്ളേർ പറന്നാ പോവാ. കണ്ടാ കുറച്ച് ഇവർ ഇത്ര ആയിട്ടുള്ളൂ കേട്ടോ. ഇവരിപ്പോൾ കുറച്ച് ക്ലാസ് അല്ലേ. മുമ്പ് ഇങ്ങനെ നിൽക്കൂലായിരുന്നു ഇതുമ്മ. ഇപ്പം നിൽക്കാനെല്ലാം തുടങ്ങി. മുമ്പ് ഇങ്ങനെ കാലിങ്ങനെ അകന്നിങ്ങനെ പോകും. നിന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പോകും. നമ്മ പിടിച്ച് അവിടെ കൊണ്ട് ആയി കൊടുക്കല നടുക്ക്. പിന്നെ ഇത് പഠിക്കുന്നത് നല്ലതല്ലേ, ഒരു സ്കില്ലുകൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് പഠിപ്പിക്കുന്നത്. കുറേ ഇത് പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ വിചാരിക്കുന്നത്. ഇപ്പോഴാണ് സമയം കിട്ടിയത്. എനിക്ക് ഡാൻസ് പഠിപ്പിക്കണം എന്നാണ് ഭയങ്കര ആഗ്രഹം. ഡാൻസും പാട്ടും എല്ലാം പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. സ്കേറ്റിങ്ങും ജിംനാസ്റ്റിക്കും പഠിപ്പിക്കുന്നത് ഓപ്പന്റെ ഇഷ്ടത്തിലാണ്. എന്തായാലും പിള്ളേർ പഠിക്കട്ടെ, എല്ലാം അറിഞ്ഞിരിക്കട്ടെ. ദുഃഖം വേണ്ട വരുന്നുണ്ടോ? ദുഃഖം വരുന്നുണ്ട്. അങ്ങനെ എന്തായാലും ഇനി നിങ്ങൾ എത്ര പ്രാവശ്യം എനിക്ക് എന്തായാലും പറയുന്നു നോക്കിക്കോട്ടെ. ഞാൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട് കുറേ എന്തായാലും. അപ്പം നമ്മളെന്തായാലും ഫ്രീ ആയി. അപ്പം ഞാനിപ്പോൾ എന്തായാലും പറഞ്ഞു. ഇത് പക്ഷെ അത്യാവശ്യം ആയതുകൊണ്ട് ഗൈസ് ഈ എന്തായാലും അവിടെ അനിവാര്യമായിരുന്നു. അങ്ങനെ നമ്മുടേത് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ചു നേരം ഒരു സ്ഥലം വരെ പോകാണ്ടെന്ന് പറഞ്ഞില്ലേ? അതെ, സ്ഥലം നോക്കാനും വീട് നോക്കാനും ഉണ്ട്. അതും കൂടി നമുക്ക് പോയി നോക്കിയിട്ട് വരാം. കണ്ടോ, ഇതെല്ലാം സ്കൂളും പരിപാടിയൊക്കെയാണ് അല്ലേ? ഇവിടെയാണ് നമ്മളിങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ സ്ഥലം നോക്കാൻ പോകുന്നത് അല്ലേ? അതെ, കണ്ടോ. ആ, പിള്ളേർ ഇവിടെയാണ്. നമുക്ക് പോയിട്ട് ഇവരുടെ ക്ലാസ് കൊടുക്കുമ്പോൾ നമുക്ക് ക്ലാസ് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചു വരണം. ഇതാണ് ക്ഷേത്രക്കുളം കേട്ടോ. നമ്മുടെ തളാപ്പ് ശിവക്ഷേത്രത്തിൻ്റെ കുളമാണ്. കുറേ പേര് മറ്റേ ഇത് കണ്ട നീ കിടക്കുന്നുണ്ടല്ലോ, എന്നാണ് ശവാസനം എന്തോ പറയാനല്ലേ ഇന ശവാസനം മറ്റും അല്ലേ? ഇന്ന് നമ്മളെന്തായാലും ഇങ്ങനെ അങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. നടന്നിട്ട് വരാം ഗൈസ്. അപ്പം നമ്മളിതാ വീട് സ്ഥലവും നോക്കി നമ്മളിങ്ങനെ നടക്കുകയാണ് ഗൈസ്. അപ്പം നമ്മൾ വീട് സ്ഥലം നോക്കുകയെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടല്ല, ആരുടെയൊക്കെയോ വീടുകളൊക്കെ ഇങ്ങനെ നോക്കി നമ്മളിങ്ങനെ നടക്കുന്നു. അതെ, വേറൊന്നുമല്ല, നമ്മൾ പിള്ളേരെ അവിടെ ആക്കിയപ്പോൾ നമ്മളവിടെ വെറുതെ നിൽക്കണ്ടേ? അപ്പം നമ്മളെന്താ വിചാരിച്ച് ഒന്ന് ഇതിലിങ്ങനെ നടന്ന് പോവാന്ന് അല്ലേ? അതെ, ഒരു ഓട്ടോറിക്ഷ പോണ്ട് ഗൈസ്, അതൊന്ന് പോയിക്കോട്ടെ. ചില വീടുകളെല്ലാം കാണുമ്പോൾ നല്ല രസം തോന്നുന്നു. അതെ, സത്യം. അതെന്താണെന്നറിയോ, നമുക്ക് പൊതുവില്ലേ ഇങ്ങനെ നമ്മളെ പുതിയ സ്ഥലങ്ങളിൽ കൂടിയൊക്കെ ഇല്ലേ നമ്മളിങ്ങനെ യാത്ര ചെയ്യാൻ നല്ല രസമായിരിക്കും. കാര്യം നമ്മളറിയാത്ത, നമ്മൾ ഈ നാട്ടുകാരാണ് അല്ലെങ്കിൽ ഇവിടെ കണ്ണൂരാണെന്നൊരു കാര്യമില്ല, നമ്മൾ ഇതിലൊന്നും അങ്ങനെ പോവാത്തതാ. ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പൊ ഇവിടെ വരാൻ തുടങ്ങിയതിന് ശേഷം. അതെ, അപ്പോൾ പുതിയ സ്ഥലങ്ങളിൽ കൂടി നമ്മളിങ്ങനെ പോകുമ്പോൾ അതൊരു രസമായിരിക്കും. ആ സ്ഥലത്തുള്ള വീടുകൾ കാണുക. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞാൻ ഇതിലേക്ക് ബൈക്കിന് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, വർക്കിൻ്റെ ഇതുമായിട്ടൊക്കെ അങ്ങനെ പോകുന്നേ ഉള്ളൂ. അപ്പം ഞങ്ങളിപ്പോൾ 2 ദിവസമായിട്ടുള്ള ഇതിലിങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട്. മക്കളവിടെ നമ്മൾ വിചാരിച്ചതായാലും മക്കളവിടെ കളിക്കല്ലേ, അപ്പം നമ്മളവിടെ വെറുതെ കുത്തിയിരിക്കുന്ന എന്തിനാ എന്ന് വിചാരിച്ച് നമ്മൾ ഇതിലിങ്ങനെ നടക്കും. നമുക്കൊരു നടത്തൊരു വ്യായാമാവൂലേ? അപ്പം ഇതുപോലുള്ള നല്ല നല്ല വീടുകളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കും. അതെ, പിന്നെ നല്ല രസം ഇതിലെ നടക്കാൻ. അതെ, അല്ല ഇത് നല്ല തണല്ല ഇവിടെ, നല്ല ഏരിയ, ഇത് നല്ല ശാന്തമാണ്. ഇവിടെ താമസിക്കാന്നല്ലേ? പക്ഷെ ഇവിടെ നല്ല സ്ഥലം, നല്ല പൈസ ഉണ്ടാവേ. കാരണം ഇത് കണ്ണൂർ അടുത്താണ്, നമ്മുടെ കണ്ണൂർ ടൗൺ. ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോയാൽ യോഗശാല റോഡ്, മുനീശ്വരൻ. നീ എന്താ നീ ഓടണത്?
യോഗശാല റോഡ്, മുനീശ്വരം കോവില് ഒക്കെ ഇവിടെ നിന്ന് ജസ്റ്റ് 1 കിലോമീറ്റർ നടക്കാനേ ഉള്ളൂ. അങ്ങോട്ട് നടന്ന ടൗൺ എത്തി. അപ്പോൾ ടൗണിനോട് അടുത്തുമാണ്, പക്ഷെ നല്ല ശാന്തസുന്ദരമായ പ്രദേശമാണ്. ആ ഒരു വീട് നോക്കി നീ അങ്ങ് ലാസ്റ്റിൽ ഇത്രയാ മുറ്റം, ഗേറ്റ് കഴിഞ്ഞ് അങ്ങ് ലാസ്റ്റ് അടിപൊളിയായിരിക്കും അത് അല്ലേ. ശരിക്കും പറഞ്ഞാൽ വണ്ടികളുടെ ഒച്ചപ്പാടൊന്നും ഉണ്ടാവില്ല. അതെ ശരിയാണ്. നമ്മളിപ്പോൾ പോകുന്ന സ്ഥലമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല വഴികളൊക്കെ കണ്ടപ്പോൾ. അപ്പോൾ ഇതിൽ ഈ ഭാഗത്തുള്ള ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ. നമ്മൾ നാളെ രാവിലെ അല്ല വൈകുന്നേരം നടക്കാൻ വരൂലേ അല്ലേ? നമ്മൾ നാളെ വൈകുന്നേരം നടക്കാൻ വരുമ്പോൾ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് കാണാം അല്ലേ? അപ്പോൾ ആരെല്ലാം ഉണ്ടെങ്കിൽ പക്ഷേ ഇവിടെയുള്ള വീടുകളിലൊന്നും ആരെയും കാണുന്നില്ല. ഞാൻ നോക്കിയിട്ട് പുറത്താരും കാണുന്നില്ല. നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ എല്ലാവരും പുറത്തുണ്ടാവും, മുറ്റത്തുണ്ടാവും. നാട്ടിലെ കാര്യങ്ങൾ എന്താണെന്നറിയാൻ മുറ്റത്തുണ്ടാവും. ഇവിടെ ആരെയും കാണുന്നില്ല ഗൈസ്. എല്ലാവരും അടച്ചിട്ടിട്ട് ഉള്ള കുറേ ഓട്ടോറിക്ഷ പോകുന്നുണ്ട്. അതാണ് കൂടുതലായിട്ടും കാണുന്നത്. ചാണാൻ ചവിട്ടിയിട്ടുണ്ടാവും. ഇഷ്ടംപോലെ ചാണാനുണ്ട്, ഇഷ്ടംപോലെ റോഡ് നിറച്ച് കാണാനാണ്. പശുക്കളിങ്ങനെ മേയുന്ന സ്ഥലമാണിത്. അപ്പോൾ കണ്ട നല്ല ഭംഗിയില്ലേ നിങ്ങൾക്ക് തന്നെ കാണാനായിട്ട്. നല്ല ദൂരമുണ്ട്. നമ്മൾ ആ ഗ്രൗണ്ട് ചുറ്റി ഇതിങ്ങനെ ചെല്ലുമ്പോഴൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ ഒരു 1.5 കിലോമീറ്ററെങ്കിലും ഉണ്ടാവും ഒരു റൗണ്ട്. 1.5 കിലോമീറ്റർ പോരാണ്ട് വരും, ചിലപ്പോൾ 2 കിലോമീറ്റർ അടുപ്പിച്ചുണ്ടാവാൻ സാധ്യതയുണ്ട് ഒരു റൗണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ 2 റൗണ്ട് നടക്കുന്നുണ്ട് അല്ലേ. നടത്തം നല്ലൊരു വ്യായാമമാണ്. ഈ വീട് നല്ലല്ലേ എനിക്ക്? നല്ല അടിപൊളി വീട് തന്നെ, എനിക്ക് ഇഷ്ടമായി ഇന്നലെ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ വീട് പോലെ തന്നെ അധികം മുറ്റമൊന്നുമില്ല. ഏതാണ്ട് നമ്മുടെ വീടിൻ്റെയൊക്കെ ഒരു ഷേപ്പ് പോലെ അല്ലേ? അതെ. തളാപ്പ് റെസിഡൻറ്റ് അസോസിയേഷൻ. ഇല്ല, നമുക്ക് ഇന്ന് ഇതിൽ തന്നെ പോവാം. അതെ. അപ്പം ഇതിലിങ്ങനെ നടന്ന് ഈ വളവ് കഴിഞ്ഞ് ഇങ്ങനെ ചെല്ലുമ്പോൾ കുറച്ചൊരു കഴിഞ്ഞ് നമ്മൾ വരുമ്പോൾ നമ്മൾ അത്യാവശ്യം അണക്കും അല്ലേ? നമുക്ക് എപ്പോഴും ഇല്ലേ പുതിയ വീടും പുതിയ സ്ഥലങ്ങളെ കാണാൻ ഒരു ഭംഗിയായിരിക്കും. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയാനും എന്തായിരിക്കും വീട്ടിലാരാ താമസിക്കുന്നത് 2 ദിവസം നടക്കുമ്പോൾ അല്ലേ ഇവരുടെ വീട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത്. പൊതുവെ നമ്മുടെ മലയാളികളെ പോലെ മറ്റുള്ളവരുടെ വീട്ടിലൊക്കെ അറിയാൻ ഭയങ്കര താല്പര്യമെന്ന് പറഞ്ഞ പോലെ. അതുകൊണ്ടാണല്ലോ ബിഗ് ബോസിനൊക്കെ ഭയങ്കര ആരാധനയല്ലേ. ഒരു ഗേറ്റ് വെച്ച് പറഞ്ഞോളൂ. നമ്മൾ ഇന്നലെ വരുമ്പോൾ ഗേറ്റിൻ്റെ പണി നടക്കണ്ടായി. ഇപ്പോൾ ഗേറ്റ് വെച്ച് ഇത് പഴയ വീടാണ്, പക്ഷേ ഇല്ലേ പെയിൻ്റ് അടിച്ചാലും അടിപൊളി നീറ്റാക്കിയിട്ടാണ്. നീ ഇതെന്തോ കുട്ടികളുടെ എന്താ സംഭവം? ബാബു റൂട്ട്സ്. ഇതാണ് കുട്ടികളുടെ എന്തോ ബേബി. സോറി ഗൈസ്, ഞാൻ ബാബു റൂട്ട്സ് അല്ല ഇത് അല്ലടി ഇതില്ലേ ബേബി റൂട്ട്സ്. എനിക്ക് തോന്നുന്നു ഇതാണോ മറ്റേ എനിക്ക് തോന്നുന്നു കെയർ അല്ലേ? ഡേ കെയർ തന്നെ. ഞാൻ പോസ്റ്റുമ പോയി കയറില്ല ചെന്നിട്ട് ഇങ്ങോട്ട് വാ. ഡേ കെയർ എന്ന് പറഞ്ഞാൽ എനിക്ക് പോസ്റ്റുമ കയറാൻ പോകും കണ്ട. അപ്പോൾ പുതിയ സ്ഥലങ്ങൾ കണ്ട് ഞങ്ങളിങ്ങനെ നടക്കുകയാണ് ഗൈസ്. വെറുതെ ഒരു വ്ളോഗ് അല്ലേ, ഒരു പുതിയ വ്ളോഗ് എന്ന് പറയാം. ഒരു ഈവനിങ് വ്ളോഗ് ഇങ്ങനെയൊക്കെയായി. വേറെ അത്യാവശ്യം നല്ല നടപ്പുണ്ടേ. നിങ്ങളിങ്ങനെ നടക്കാൻ പോക്കണ്ടോ? വൈകുന്നേരങ്ങളിലൊക്കെ എക്സസൈസൊക്കെ ചെയ്യുന്നവരുണ്ട് നമ്മുടെ വീഡിയോ കാണുന്നതിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ. നല്ല സ്വഭാവം. നമുക്ക് ആ സ്വഭാവം ഇപ്പോൾ കുറച്ചായിട്ട് കുറവാണ്. മുമ്പ് സ്ഥിരമായിട്ട് ചെയ്തിരുന്നതാണ്. ഇപ്പം ഈ കുറച്ച് തിരക്കുകളും സിനിമേൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ പരിപാടിയൊക്കെ വന്ന ശേഷം എല്ലാം ബ്രേക്കായി. ഇനി എല്ലാം ആദ്യം തുടങ്ങണം നമുക്ക്. ഇവിടെ എന്തോ സംഭവമുണ്ട്. ഇതെന്താ അറിയോ? സോറ കൺവെൻഷൻ സെൻ്ററാണ്. എക്സോറ എന്നാ വായിക്കുക, ഓറ എന്നാ വായിക്കുക, അത് പറയാൻ പറ്റില്ല. ചിലപ്പോൾ എക്സ് ഈ ചിലപ്പോൾ ഹായ് നമ്മുടെ വീഡിയോ കാണുന്നാരോ കൈ കൊണ്ട് കാണിച്ചിട്ട് വരെ ഈ ചിലപ്പോൾ ഇല്ലേ നമ്മൾ ഉച്ചരിക്കൂല, ഓറ എന്നായിരിക്കും ചിലപ്പോൾ. സുനാമിയുടെ മുമ്പിൽ ടി എല്ലാം വായിക്കാതിരിക്കൂലേ, അതുപോലെ ഈ ചിലപ്പോൾ ഉച്ചരിക്കാൻ സാധ്യതയില്ല. എനിക്കൊരു ഫ്ലാറ്റ് ചേച്ചി വയനാട്ടിലാണ്. നമ്മൾ ചേച്ചിനെ ഇപ്പോൾ ഇവിടെ വെച്ച് കണ്ടുമുട്ടിയല്ലേ, വളരെ യാദൃശ്യമായിട്ട്. ബ്ലോക്കായ നമ്മള് നമ്പർ വാങ്ങട്ടെ ചേച്ചിയുടെ എന്നാൽ പിന്നെ. നമ്മുടെ വീഡിയോ കാണുന്ന ഒരു ചേച്ചിയെ കണ്ടു. അതെ, ആ ചേച്ചി വരുമ്പോൾ വളരെ യാദൃശ്യമായിട്ട് വീട്ടിലേക്ക് ചായ കുടിക്കാന്ന് പറഞ്ഞതാണ്. പക്ഷെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഇങ്ങനെ നടക്കാൻ വേണ്ടി ഇറങ്ങിയൊക്കെയല്ലേ, ചായ എല്ലാം കുടിച്ച് വരുമ്പോഴേക്കും ചിലപ്പോൾ പിള്ളേരെ കൂട്ടേണ്ട സമയമാവും അല്ലേ, നടത്തം പോകും. നീക്ക് ചായ കുടിക്കാൻ ഭയങ്കര മൂടാ. ഞാൻ ഇന്നലെ തൊട്ട് വീണ്ടും ഷുഗർ കട്ട് തുടങ്ങി ഗൈസ്. ഞാൻ വീണ്ടും ഇന്നലെ തൊട്ട് ചെറിയൊരു ബെൻസ് C220 നമ്മുടെ മുമ്പിലുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയാണ് ബെൻസിൻ്റെ. അപ്പോൾ എന്തായാലും ആ ചേച്ചി അങ്ങനെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് വയനാട്ടിലാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് ഞാൻ തോന്നുന്നത്. പേരൊക്കെ ചോദിച്ചില്ല, കുഴപ്പമില്ല. ആ ചേച്ചിക്ക് നമ്പർ കൊടുത്തിന് വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമ്മളിവിടെ എത്തി.
നമ്മുടെ ഭായിമാരൊക്കെ ഉണ്ട് ഇവിടെ. ഭായിമാരൊക്കെ നടക്കാറങ്ങിയാന്ന് തോന്നുന്നു നമ്മളെപ്പോലെ അല്ലേ. നമ്മളിതാ മെയിൻ റോഡിൽ വന്ന് കയറി. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ മിക്സഡ് സ്കൂള്, മിക്സഡ് UP സ്കൂളിൻ്റെ ബാക്കിലാണ് നമ്മൾ ഉണ്ടായത്, നടന്നെത്തിയത്. ഇനിയിപ്പോൾ നമ്മളിവിടെ എത്തി അല്ലേ. ഇന്നലെ നമ്മൾ കണ്ട സിനിമ ഏതാണെന്നറിയാം ഗൈസ്? ഭൂതകാലം എന്ന് പറഞ്ഞ സിനിമ എടുത്ത് കണ്ട്. 2022 ഇറങ്ങിയ സിനിമയാണ്. പക്ഷെ നമ്മൾ ഇന്നലെ ഇപ്പോൾ ഡയസീറ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രണവിൻ്റെ പടം ഇറങ്ങിയിട്ടില്ലേ, DSീറ. അപ്പോൾ ആ പ്രണവിൻ്റെ പടം ഇറങ്ങിയപ്പോൾ അതിൻ്റെ ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററൊക്കെ തന്നെയാണല്ലോ ഈ പടം ഭൂതകാലം. അപ്പോൾ ഭൂതകാലത്തിൻ്റെ റെഫറൻസിനകത്ത് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഭൂതകാലം ഒന്ന് വെറുതെ കാണാൻ നേരത്തെ കണ്ടു നോക്കി. ശരിക്കും ഞെട്ടിയാണ് കേട്ടോ സംഭവം അല്ലേ. ഒരു ശരിക്കും പറഞ്ഞൊരു പ്രേതത്തിനെയൊന്നും കാണാതെ നമുക്ക് എങ്ങനെ പേടിക്കാം എന്നറിയണമെന്നുണ്ടെങ്കിൽ ആ പടം കണ്ടാൽ മതി. അല്ലാതെ നമ്മളിങ്ങനെ ബ്രഹ്മയുഗത്തിൻ്റെ ഇപ്പോൾ ഈ 3 പടവും ബ്രഹ്മയുഗം പറയണ്ടല്ലോ, അടിപൊളിയാണ്. അപ്പോൾ ഈ ശരി ഒരു പ്രേതത്തിനെയൊന്നും കാണിക്കാതെ എങ്ങനെ നമുക്ക് പേടിക്കാന്ന് പറയണമെങ്കിൽ നിങ്ങൾ ഭൂതകാലം എന്ന് പറഞ്ഞ സിനിമ എടുത്ത് കണ്ടോട്ടാ. ഇതിലുണ്ട് നമ്മുടെ എന്താണത്, മറ്റേ സോണി ലീവാ അങ്ങനെയല്ലേ പറഞ്ഞ്, അതിനകത്തുണ്ട് സംഭവം. അപ്പോൾ നടന്ന് ഇവിടെ എത്തി ഗൈസ്. തളർന്നു അല്ലേ. ശരിക്കും ഒരു നടത്തം വ്ളോഗായത്, ഈവനിങ് വ്ളോഗ് എന്ന് പറഞ്ഞല്ലേ. എന്നാലും പിന്നെ പുതിയ സ്ഥലങ്ങളും പുതിയ കാഴ്ചകളൊക്കെ അല്ലേ. അപ്പോൾ ഒരു രസം, ഞങ്ങൾക്കൊരു രസം തോന്നി. അതാണ് പിന്നെ നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. അതെ, ഇതാ ഇത് ഇവിടെ CSI ഇമ്മാനുവൽ ചർച്ച്, നമ്മുടെ തളാപ്പ് റോഡിൽ ഈ വളവിൽ തന്നെയുള്ളൊരു പള്ളിയാണ്. ഇതാണ് തളാപ്പ് ശിവക്ഷേത്രം. ഈ റോഡിൽ നിന്ന് നമ്മൾ നേരെ താഴോട്ട് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ സ്ഥലത്തോട്ട് എത്തി അല്ലേ. കണ്ടോ, കാണാണ് അമ്പലം. വലിയ ക്ഷേത്രമാണേ തളാപ്പ് ശിവക്ഷേത്രം എന്ന് പറഞ്ഞാൽ വലിയ ക്ഷേത്രമാണ്. കണ്ണൂരിൽ ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രമാണ്. എല്ലാവർക്കും അറിയാൻ പറ്റും. ഇത് പുറത്തുള്ള കാര്യങ്ങളും ഞാൻ അറിയാൻ പറ്റാതെ ഉണ്ടെങ്കിലേ ഉള്ളൂ അല്ലേ. അങ്ങനെ നമ്മൾ ഒരു ട്രിപ്പ് യാത്ര കഴിഞ്ഞ് നടത്താൻ കഴിഞ്ഞ് വന്നു അല്ലേ. അന്നേരത്ത് ഇവിടെ ഫുൾ പാട്ട് വെച്ചിട്ടുണ്ടായി. ഇപ്പം എനിക്ക് ഇവിടെ 6 മണി കഴിഞ്ഞുകൊണ്ട് 6 മണി കഴിഞ്ഞിട്ടില്ലല്ലോ, പക്ഷേ പാട്ട് ഓഫാക്കി. ഇനി നമ്മൾ ഈ നടത്തം വന്നിട്ട് ഇവിടെ വന്ന് കുറച്ചേരം ഇരിക്കും. ഇത്രയും നടന്നു വന്നതല്ലേ. എന്നിട്ട് കുറച്ചേരം ഇവിടെ ഇരുന്നിട്ട് അടുത്തൊരു റൗണ്ടും കൂടി നടക്കും. അപ്പം പോടി നടന്നു ഇരുന്നിട്ട് ചായ പിടിച്ചിട്ട് എന്താ കാര്യമുള്ളത് നടന്നിട്ട്. എന്നിട്ട് അടുത്ത നടത്തം എന്തായാലും ഈ റൂട്ട് തന്നെ ആയതുകൊണ്ട് ഇനി നിങ്ങളെ കാണിക്കുന്നില്ല. അപ്പം നമ്മളെന്തായാലും ഈ റൂട്ടിൽ ഒരിക്കലും നടക്കട്ടെ. അപ്പോൾ നിക്ക് എന്തായാലും നടത്തം കഴിഞ്ഞ് ചായ എല്ലാം കുടിക്കണം കേസ്. ഞാൻ കുടിക്കുന്നില്ല, ഞാൻ ഷുഗർ കട്ട് വേണ്ട, കുടിച്ചോ. എനിക്ക് വേണ്ട, എനിക്ക് വെള്ളം മതി. ഇല്ലടി ഞാൻ കുടിക്കില്ല എന്ന് പറഞ്ഞില്ലേ ഗൈസ്. സമയമായിട്ട് അടുത്ത റൗണ്ട് 6 മണിയായി. നമ്മളിപ്പോൾ നടന്നാലാണ് ചെയ്യാൻ പറ്റുള്ളൂ. ചേട്ടനോടത്താണ് ഇവിടെ വെക്കാൻ പറഞ്ഞത്, തണുപ്പിക്കാൻ പറഞ്ഞതല്ലേ. ഞാൻ കുടിക്ക്, വന്നിട്ട് പോവാം. നമ്മളെന്തായാലും ചായ എല്ലാം കുടിച്ച് ഇങ്ങനെ നടക്കാൻ വേണ്ടി വീണ്ടും ഇറങ്ങി അടുത്ത റൗണ്ട്. അപ്പോൾ ചേച്ചിയുടെ അടുത്താണ് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ചേച്ചിയാണ്. ചേച്ചിനെ കണ്ടു അല്ലേ, സന്തോഷം. അപ്പോൾ നമ്മളെന്നാ പിന്നെ ഒരു റൗണ്ട് ഓടി നടക്കട്ടെ ചേച്ചി, കാണാം. ഓക്കെ, റെഡി. രണ്ടാമത്തെ നടത്തായപ്പോഴേക്കും നമ്മൾ ചെറുങ്ങനെ ഒന്ന് ഓടിത്തുടങ്ങി. പക്ഷെ വല്ലാണ്ട് ടയർഡായി. ആഹാ, നല്ല ദൂരമുണ്ട്. ഇവർ ഓട്ടവും കൂടി ആയപ്പോൾ അത്യാവശ്യം നല്ല ഇതായി അല്ലേ. അയ്യോ എൻ്റെ അമ്മേ. എനിക്ക് ചായ കുടിച്ചു, ഞാൻ കുടിച്ചില്ല. ഞാൻ കുടിച്ചില്ല, എന്നോട് തൊട്ടിട്ട് ഞാൻ നിന്നോട് ക്യാമറ ഓഫ് ആക്കിയ ശേഷം ഒരു പൊടിക്ക് വാങ്ങി കുടിച്ചത്. അങ്ങനെ എനിക്ക് നാവ് നനഞ്ഞില്ല. നീ നിർബന്ധിച്ചുകൊണ്ടിരുന്നിട്ടല്ലേ ക്യാമറ ഓഫ് ആക്കിയിട്ടു. നാവ് നനഞ്ഞിട്ടില്ല പക്ഷേ എൻ്റെ. അങ്ങനെ എന്തായാലും 2 റൗണ്ട് നടത്തം കഴിഞ്ഞ്, അതെ ഞാൻ എന്തായാലും പറഞ്ഞു. പിന്നെ 2 റൗണ്ട് നടത്തം കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ എത്തി അല്ലേ. കഴിഞ്ഞിട്ടില്ല കേട്ടോ, പിള്ളേരത് തീരാനായി. കറക്റ്റ് സമയം ഇതാ ഏതാണ്ട് 6:25 20 ഇനി അവിടെ ചെല്ലുമ്പോഴേക്ക് സമയമായല്ലേ. റേസ് ആദ്യമായിട്ടാണ് കേട്ടോ റേസ് വെക്കുന്നത്. എന്താ ദുഃഖ വരുന്ന ദുഃഖ കയറാൻ വരുന്ന ദുഃഖ കയറാൻ പോകുന്ന. ഞാൻ ആദ്യമായിട്ട് ഇവരുടെ റേസ് ആണ്. ദുഃഖ വീണ് ഗൈസ്, ദുഃഖ വീണ്. പോട്ടെ കുഴപ്പമില്ല വീഴണോ. എൻ്റെ അമ്മ നോക്കി എൻ്റെ അമ്മ. അയ്യോ സ്കേറ്റിംഗ് എല്ലാം കഴിഞ്ഞ്
ഇവരിവിടെ റെസ്റ്റിലാണ് അല്ലേ. നമ്മൾ നടത്തം കഴിഞ്ഞ് നമ്മളിവിടെ റെസ്റ്റ് എടുത്ത് 2 റൗണ്ടൊക്കെ നടന്നു വന്നപ്പോൾ നമ്മൾ ക്ഷീണിച്ച്, ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഇവർ ക്ഷീണിച്ച്. ഇനിയിപ്പോൾ നമുക്ക് ഇവരെ ഇവിടെ നിന്ന് കൂട്ടിയിട്ട് പോവാം. ഇതൊക്കെ ഒരു വീഴ്ചയൊക്കെ വീണിട്ട് എന്താണെന്ന് ഇങ്ങോട്ട് വരട്ടെ, അപ്പോൾ നമുക്ക് ചോദിക്കാം. അത് കഴിഞ്ഞ് നമ്മളില്ലാത്തപ്പോൾ വേറെ ഏതെങ്കിലും വീഴ്ച വീണോന്നും അറിയില്ലല്ലോ. അപ്പോൾ വരട്ടെ, അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് വ്ളോഗ് വൈൻ്റെ പഠിക്കാം കേട്ടോ. ദുഗുഷിക്ക് എന്ത് പറ്റിയത്? ദേ വീണ്. അയ്യോ ഇല്ല, ഓടി വന്നപ്പോൾ വീണതാ. ദുഗുഷിക്ക് എന്ത് പറ്റും? കുഴപ്പമൊന്നും പറ്റിയില്ല, മൂടും കുത്തിയൊരു വീഴ്ച അത്രയല്ലേ ഉള്ളൂ. അത് കുഴപ്പമില്ല അല്ലേ, വീണേ പഠിക്കുള്ളൂ ദുഗു. അതൊന്നും സീനില്ല കേട്ടാ, അതൊന്നും നാണക്കേടൊന്നും വിചാരിക്കാനില്ല. ഓടിയാ അടിപൊളി. അടിപൊളി, അങ്ങനെ പഠിക്കുക, മനസ്സിലായ? അപ്പൊ കുഴപ്പമൊന്നുമില്ല. ദുഗു വീണത് അച്ഛക്ക് കറക്റ്റ് കിട്ടീനി. അച്ഛൻ വീഡിയോയിലുണ്ട്, കാണിച്ചു തരാം കേട്ടാ. എന്നാ പിന്നെ എല്ലാവരും ടാറ്റ പറയാം, നമുക്ക് വ്ളോഗ് അതിന്റെ പിടിക്കാം. നിങ്ങൾ വരാൻ കാത്തുന്നതാ. എല്ലാവരും ടാറ്റ പറഞ്ഞേക്ക്. ടാറ്റ ദുഗു. നിക്ക് വൈൻ്റെ പഠിച്ചാലോ? ഓക്കെ ഗൈസ്, അപ്പൊ എന്നാ പിന്നെ ടാറ്റ. അപ്പൊ നമുക്ക് അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാം. ഒരു ഈവനിങ് വ്ളോഗ് ആയിരുന്നു, അപ്പൊ അതങ്ങനെ തീർന്നു അല്ലേ? ഓക്കെ, അപ്പൊ അടുത്ത വ്ളോഗിൽ കാണാം. ടാറ്റ, ബൈ ബൈ. അന്ന് നമ്മൾ എടുത്തിട്ട് എടുക്കാൻ പറ്റാഞ്ഞ വീഡിയോ അല്ലേ? ശരി, ഓക്കെ, ബൈ.